എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം മെയ് 8-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, SSLC പരീക്ഷയിൽ തോൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ SSLC പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSLC സേ പരീക്ഷ നടത്തുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 3 വിഷയമാണ് സേ പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കുക. ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കില്ല. ജയിക്കാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു സേ പരീക്ഷ എഴുതാനായിട്ട് അവസരം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ട്, അതായത് മിനിമം നിങ്ങൾക്ക് D+ ഗ്രേഡെങ്കിലും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. നിങ്ങളുടെ SSLC റിസൾട്ട് വന്ന് ഏകദേശം നെക്സ്റ്റ് ഡേ തന്നെ, അതായത് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് അപേക്ഷയും അതുപോലെ ഫീസും നൽകുകയാണ് ചെയ്യേണ്ടത്. ഒരു വിഷയത്തിന് ഏകദേശം 100 രൂപയോളമാണ് ഫീസ് ഈ ഒരു സേ പരീക്ഷയ്ക്കായിട്ട് വരിക. അതുപോലെ 3 വിഷയങ്ങളാണ് സേ പരീക്ഷ എഴുതാൻ സാധിക്കുക. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അതായത് എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ 3-ൽ കൂടുതൽ വിഷയങ്ങൾ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മതിയായ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ SSLC പരീക്ഷയിൽ എത്രയെങ്കിലും വിഷയങ്ങൾ എഴുതിയിട്ടില്ല, ഉദാഹരണത്തിന് 10 വിഷയവും നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ, അതായത് 10 വിഷയം സാധാരണ എഴുതാൻ ഉണ്ടാവില്ല, 9 വിഷയം മാത്രമാണ്. കാരണം IT പരീക്ഷ നിങ്ങൾക്ക് ലാബ് വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ 10 പരീക്ഷയും നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ, ആ ഒരു എന്താണ് കാരണം എന്നുള്ളതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് സ്കൂളിൽ അപേക്ഷ നൽകുന്ന സമയത്ത് ഈ ഒരു സേ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 10 വിഷയം വേണമെങ്കിലും സേ പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ജയിക്കാത്ത വിഷയങ്ങൾ ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അപേക്ഷ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്കാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. അപേക്ഷയും അപേക്ഷാ ഫീസും നിശ്ചിത തീയതിക്കകം വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് നൽകണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ നിങ്ങൾ ഈ സേ പരീക്ഷ സർക്കുലർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മതിയായ മാർക്ക് ലഭിച്ചിട്ടില്ല, അതായത് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല, ഫുൾ A+ കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷേങ്കിൽ ആ ഒരു മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് SSLC റിസൾട്ട് വന്ന ശേഷം അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനെ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാം. 500 രൂപയാണ് റീവാലുവേഷൻ്റെ ഫീസ്. റീവാലുവേഷൻ മുമ്പുള്ള ഗ്രേഡിനേക്കാൾ ഒരു ഗ്രേഡ് കൂടുകയാണ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് B+ ആണ് കിട്ടിയത്, റീവാലുവേഷന് ശേഷം അത് A ഗ്രേഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ 500 രൂപ തിരികെ റീഫണ്ടായിട്ട് കിട്ടും. അതായത് 10% മാർക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് സ്കൂളിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി, അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് അതായത് ആ ഒരു പരീക്ഷാ പേപ്പറിൻ്റെ, അതായത് ആൻസർ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി നിശ്ചിത ദിവസത്തിനകം നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.